മെസ്സി അതിന്റെ ഹാർട്ടാണെങ്കിൽ എഞ്ചിൻ ഇപ്പോഴാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഡിമാരിയെ കൂടി പോയ ഒരു ഘട്ടത്തിൽ പിന്നെ മെസ്സിയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു എഞ്ചിൻ അത് ഡിപ്പോളാണ്. എന്ന് വെച്ചാൽ ഡിപ്പോളും മെസ്സിയും തമ്മിലുള്ള ഒരു കോംബോ ഫസ്റ്റ് കളിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എതിരാളികൾ കരുതിക്കോള്. പിന്നെ ത്രയം ഉണ്ടല്ലോ, മിഡ്ഫീൽഡ് ത്രയം ഏതാ, മക്കാലിസ്റ്റർ, എൻസോ, ഡിപ്പോള്. അത് ഫസ്റ്റ് മത്സരം മുതൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് മത്സരം മുതൽ തന്നെ അത് ഓണാണ്, ആ ത്രയം ഓണാണ്, ആ എൻജിൻ ഓണാണ്. അതുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ, പക്ഷേ ഞാൻ പറയുന്നത് ഫിനിഷ് ചെയ്യാൻ കുറച്ച് ഒരു പക്ഷേ ഹൂലിയൻ അൽവാരസിനെ പോലുള്ള താരങ്ങളെ ലൗട്ടാരോ ഫസ്റ്റ് പകുതിയിൽ ആദ്യ പകുതിയിൽ കാര്യമായി നിരാശപ്പെടുത്തി. പക്ഷെ പറയാൻ പറ്റില്ല, ലൗട്ടാരോ എന്ന് കരുതി നമുക്ക് ലൗട്ടാരോയെ മാറ്റി നിർത്താൻ കഴിയില്ല. ലൗട്ടാരോ ഒരു ക്ലിനിക്കൽ ഫിനിഷറാണ്. അയാള് അർദ്ധാവസരങ്ങൾ ഗോളാക്കാൻ മിടുക്കുള്ള ഒരു ഫിനിഷറാണ്. അതുകൊണ്ട് അയാൾ ഒരു മത്സരം കൊണ്ട് മാത്രം നമ്മൾ ജഡ്ജ് ചെയ്യരുത്, വിലയിരുത്തരുത്. അടുത്ത മത്സരത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കും. ശരി, എന്നാലും പി സി സൈഫുദ്ദീൻ പറഞ്ഞ ഒരു മനോഹരമായ കാര്യം, പാതി വഴിയിൽ എവിടെയോ കളി അവസാനിപ്പിച്ചു പോയ എന്റെ കൂട്ടുകാരൻ ഡി മരിയെ തെരഞ്ഞാണ് മെസ്സി മൈതാനത്ത് ഇങ്ങനെ ഓടി നടന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് മെസ്സിയെ സബ് ചെയ്തു. ആരെ വെച്ചെന്നറിയോ? നിക്കോപാസിനെ വെച്ച് സബ് ചെയ്തു. അതൊരു ചരിത്രമാണ്, അതൊരു ചരിത്രവും സൂചനയുമാണ്. അത് ലോക ഫുട്ബോളിൽ തന്നെ അടിവരയിട്ട് വെക്കേണ്ട ഒരു മൊമെന്റ് ആണ്. ലയണൽ മെസ്സിയെ സബ് ചെയ്തവന്റെ പേര് നിക്കോപാസ് എന്നാണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക ആ പേര്, നിക്കോപാസ്. മറഡോണ കഴിഞ്ഞു, മെസ്സി വന്നു. മെസ്സി പോകുമ്പോൾ അവിടെ ഒരു പേരുണ്ടാകും, അത് നിക്കോപാസിന്റേതാകും എന്നുള്ള സൂചനയാണ് നൽകുന്നത്.